Praise the Lord. Praise the Lord. Praise the Lord. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की महिमा हो. വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. और एक सुंदर समय प्रभु ने हमारे लिए प्रदान दिया. इसी कारण मैं मसीह को धन्यवाद देता हूँ. ഈ അതിരാവിലെ സമയം ശാരീരികമായ സുഖത്തോടും ബലത്തോടും കൂടി ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. आज भोर की समय सुख सुखी से हमारा मसीह की ओर आकर स्तुति आराधना करने के लिए प्रभु ने अवसर दिया. इसी कारण मैं परमेश्वर को धन्यवाद देता हूँ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കുവാൻ തക്കവണ്ണം ഈ മനോഹരമായ പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मसीह इतना प्रेमी है, हमारा ऊपर प्रेम किया है. अधिभोर के समय इतने जन इकट्ठे होकर प्रभु को स्तुति आराधना करने के लिए ये प्लेटफॉर्म में आया हुआ थॉमसन बार्स के प्रति मैं परमेश्वर को धन्यवाद देता हूँ. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. ഒന്നുകൂടെ പറഞ്ഞേ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. मार्कोस की सुसमाचार 2रा अध्याय में से चंद पद हम पढ़े. ആദ്യത്തെ ചില വചനങ്ങൾ വായിക്കുന്നു. प्रथमा पद से हम कुछ बात देखे. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ച് തുറന്നു പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. यहाँ पर मरकोस की सुसमाचार 2रा अध्याय पगले पद से लेकर हम यही पाया जाता है. कई दिन के बाद वह फिर कफरनहूम में आया और सुना गया कि वह घर में है. फिर इतने लोग इकट्ठा हुआ कि द्वार के पास भी जगह नहीं दी और वह उन्हें वचन सुना रहा था. और लोग एक लकवे के रोगी को 4 मनुष्यों से उठवाकर उसके पास ले आया. ഇവിടെ അസാധാരണമായ ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി അത്ര നമുക്ക് കാണുവാൻ കഴിയുന്നത്. असंभव है एक विश्वास की काम कार्य वहां पर हम देखते हैं. യേശു കഫർന്നഹൂമിലെ വീട്ടിൽ ആയിരുന്നു. यीशु मसीह कफरनहूम में एक घर में थे. യേശു അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ആ നാട്ടിലെ ആൾക്കാരെല്ലാവരും അവിടെ വന്നുകൂടി വലിയൊരു ജനക്കൂട്ടമായി മാറി. यीशु मसीह वहां पर है ये शब्द सुनते हुए शहर की सारे लोग वहां पर इकट्ठे हुए. എന്നാൽ 4 സഹോദരന്മാര് വിശ്വാസികള് അവർക്ക് ഒരു സ്നേഹിതനുണ്ടായിരുന്നു. मसीह पर भरोसा रखा, विश्वास किया. 4 विश्वासी गण व्यक्तियों ने एक आदमी उनका बीमारी की हाल में थे उनको उठाकर लाया. ഞങ്ങളുടെ സ്നേഹിതന്റെ വിഷമമേറിയതായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ളതായ അടങ്ങാത്ത ഒരു ആഗ്രഹം അവർക്കുണ്ടായി. इतने प्यारे थे जो उनका सही का जो बीमार हटाने के लिए कोई रास्ता हो जाए ये सोच समझकर ये घर में उनको लाया है. എല്ലാ ആളുകളും പിന്നെ പരിസരം മറന്നു നിൽക്കുകയാണ്. കാരണം സർവശക്തനായ ദൈവമത്രേ, അതെ യേശു ക്രിസ്തു അത്രേ ആ ഭവനത്തിൽ വന്നിരിക്കുന്നത്. सारे सब लोग चख कर देखते हैं जो वो ये घर में मसीह आया है उनकी ओर की आश्चर्य कर्म देखने के लिए. ഈ വ്യക്തിയെ എങ്ങനെയെങ്കിലും യേശുവിന്റെ ദൃഷ്ടിയിൽ പെടത്തക്ക രീതിയിൽ കൊണ്ടുവരണം എന്നവരങ്ങ് തീരുമാനിച്ചു. ये व्यक्ति को कोई भी रास्ता हो वही रास्ता में मसीह की दृष्टि पर लाने के लिए उन्होंने आग्रह की.
യേശുക്രിസ്തുവിന്റെ ഒരു കടാക്ഷം ഉണ്ടായാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് അവർ ചിന്തിച്ചു. यीशु मसीह की आदर उन पर आएगा तो उन्होंने उद्धार पा जाएंगे। അവര് വീടിന്റെ മേൽക്കൂരയില് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഇവന് യേശുക്രിസ്തുവിന്റെ അടുക്കൽ എത്തിക്കുന്നതിന് വേണ്ടിയും ഒരു ശ്രമം നടത്തി. उन्होंने एक काम ऐसे किया है, वो मसीह आकर बैठा, वो घर की छत खोलकर मसीह की ओर उन्होंने उतार दिया है। എല്ലാവരുടെയും ശ്രദ്ധ യേശുക്രിസ്തുവിലായതുകൊണ്ട് ഇവിടെ വീടിന്റെ മേൽക്കൂര പൊളിക്കുന്നതൊന്നും ശ്രദ്ധിക്കുവാൻ ആർക്കും നേരമില്ല. सारे सबके ध्यान मसीह की ओर थे, इसी कारण में घर की छत खोला है, वो कोई किसी ने ध्यान नहीं रखा। ഇവരുടെ വിശ്വാസം യേശു കാണുകയുണ്ടായി. इन्हीं का विश्वास मसीह ने देखा है। യേശു വന്നത് എന്തിനു വേണ്ടിയാണ്? വീണുപോയ മനുഷ്യരെ ഉദ്ധരിക്കുവാൻ അത്രേ. मसीह संसार में आया गिरे हुए लोगों को उद्धार देने के लिए। ഈ പക്ഷപാതക്കാരനെ പോലുള്ളതായ വ്യക്തികൾക്ക് സൗഖ്യവും വിടുതലും ആശ്വാസവും കൊടുക്കുന്നതിനത്രേ യേശു വന്നത്. लिंगवे के रोगी को चंगाई देने के लिए मसीह ने आया है। ജീവിതത്തിലെ കഠിനമായ യാതനകളിലൂടെ, കഷ്ടങ്ങളിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിനോ ദൈവത്തിൽ സന്തോഷിക്കുന്നതിനോ കഴിയാത്തതായ ഇതുപോലുള്ള നിർഭാഗ്യവാന്മാരത്രേ അവിടെ വന്നുകൂടിയത്. मसीह की वाणी में मगन होने के लिए, आनंद मनाने के लिए अवसर नहीं मिलते हैं। ऐसी हाल में रहने वालों को चंगाई करने के लिए मसीह संसार में आया है। പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും അവരെ സ്വതന്ത്രരാക്കി ദൈവത്തിന്റെ സന്തോഷവും സമാധാനവും സാന്നിധ്യവും അനുഭവിപ്പാൻ തക്കവണ്ണം ഓരോരുത്തർക്കും അത് അവസരമുണ്ടാക്കി കൊടുക്കുകയത്രേ യേശു ചെയ്തത്. मसीह की जो मसीह में से रहित होकर शैतान की गुलाम में रहने वालों को शक्ति सामर्थ्य से उद्धार देने के लिए मसीह ने संसार में आया है। ഇവന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ആദ്യമേ തന്നെ യേശു അങ്ങ് പ്രഖ്യാപിച്ചു. इनका पाप को क्षमा दिया है। प्रथम समय मसीह ने जो बात दी है, അവൻ ഉടൻ തന്നെ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു. भर समय में उनके शरीर में मसीह की शक्ति आया, बीमार चंगाई हुई। തങ്ങളുടെ ജീവിതത്തിലെ വിവിധ പ്രശ്നങ്ങളെ ഓർത്ത് ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹത്തോടുകൂടി ദാഹത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ വന്നതായ എല്ലാ ആളുകൾക്കും ആശ്വാസമുണ്ടായി, സംതൃപ്തി ഉണ്ടായി. पाप का गुलाम में हो, शैतान की गिरावट में हो, कोई किसी भी हमारा मसीह की ओर आते हैं, मसीह की तरफ से उनको चंगाई दिया देता है। ഇവിടെ ഈ ഒരു വീടിന്റെ മുകൾ ഭാഗം പൊളിച്ച് ഈ രോഗിയായ മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി അവന്റെ സഹോദരന്മാർ ചെയ്തതായ നല്ല പ്രവൃത്തി, ആ ത്യാഗത്തെ യേശു അംഗീകരിച്ചു. लिखवे के रोग में रहने वालों को चंगाई मिलने के लिए घर की छत खोल दिया है, तो भी और ये लाया हुआ व्यक्ति को इतनी बड़ा विश्वास देखते हुए मसीह ने उनको चंगाई दिया है। നാം സത്യമായിട്ട് ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ ഇന്ന് ഈ വിടുതൽ നമുക്കും അനുഭവിക്കുവാൻ കഴിയും. सचमुच हम विश्वास करें, भरोसा रखे, जरूर ये छुटकारा हमको भी पा सकते हैं। നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ തക്കവണ്ണം എന്തും ചെയ്യുവാൻ തയ്യാറായ ഒരു കർത്താവത്രേ നമുക്കുള്ളത്. हमारे विश्वास के आधार पर मसीह की ओर आने वालों को कुछ ना कुछ भी त्याग किया, त्याग करे, कैसा भी हो, मसीह की ओर आग्रह के साथ देखते हैं, प्रभु ने उन्हीं को चंगाई दिया देता है। മതപരമായിട്ടുള്ളതായ ആചാരങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ളതായ അവരുടെ സമ്പ്രദായങ്ങളോ യേശു അത് അംഗീകരിക്കുവാൻ തയ്യാറായില്ല. और धार्मिकता उसी जमाने में जो क्या काम चल रहा था, वो कोई भी बात मसीह को देखने का कोई जरूरत नहीं है.
യഹൂദ മത മേധാവികൾ അത് നിഷ്കർഷിച്ചിട്ടുള്ളതായ അവരുടെ ആചാരവിധികളെ യേശു ലംഘിക്കുവാൻ തയ്യാറായി. और इस्राएलियों पुराना व्यवस्था मानने वाले जो उनका नियम को तोड़ने के लिए मसीह ने काम कार्य के लिए आगे आया है. നഷ്ടപ്പെട്ടു പോയതായ ഓരോ വ്യക്തിയെയും അത് അന്വേഷിച്ച് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി യേശു വന്നു. नुकसान पाया हुआ एक एक व्यक्तियों को रक्षा देने के लिए यीशु मसीह संसार में आया. തിരക്കുള്ളതായ ഒരു സ്ഥലത്ത് ഒരു പിതാവും മാതാവും അവരുടെ മകനുമായി നിൽക്കുമ്പോൾ പെട്ടെന്ന് മകനെ കാണാതായി. बहुत बड़ा भीड़ जमा था. एक माता पिता बेटा के साथ वहां पर थे. तुरंत बेटा वहां से खो गया है. ആ കുഞ്ഞിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയും ആ മാതാവും പിതാവും നിലവിളിച്ചുകൊണ്ട് പരിഭ്രാന്തരായിട്ട് ഓടുന്നതായ ഒരു രംഗം. और वो बेटा को ढूंढने के लिए माता पिता ने इतना मन व्याकुल होकर और चलते फिरते हैं, ढूंढते हैं बेटा को मिलने के लिए. അവിടെ നിന്ന് അനേകം ആളുകളോട് അവർ തിരക്കി, എന്റെ കുഞ്ഞിനെ ബാലനാണ്, അവനെ കാണുന്നില്ല, നിങ്ങൾ ആരെങ്കിലും എന്നെ സഹായിക്കുമോ എന്ന് പലരോടും അവർ ചോദിച്ചു. बहुत सारे लोगों को पूछताछ की, मुझे सहाय कर, मेरा बेटा खो गई है. തന്റെ കുഞ്ഞിനെ എങ്ങനെയും രക്ഷിക്കണം, കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പിതാവ് ഓടി നടക്കുകയത്ര ചെയ്യുന്നത്. कुछ ना वो कैसा भी हो, कोई कारण से अपना बेटा को अपनाने के लिए दौड़ रहा है. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ വ്യക്തികളും വാസ്തവത്തില് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും നഷ്ടപ്പെട്ടതായ വ്യക്തികൾ അത്രേ. दुनिया की कोई किसी भी हो, परमेश्वर की अनुग्रह से रहित है. उन्होंने आगे लाने के लिए मसीह संसार में आया है. നഷ്ടപ്പെട്ടു പോയതായ നമ്മെ ഓരോരുത്തരെയും അന്വേഷിക്കുന്നതിനും രക്ഷിക്കുന്നതിനും വേണ്ടി അത്രേ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. नष्ट हो गया है, नुकसान पाया है, जो मानव जातियों को ढूंढकर मसीह में लाने के लिए परमेश्वर के पुत्र मसीह संसार में आया है. അനാഥായ തന്റെ മകനെ കണ്ടെത്തുന്നതിന് വേണ്ടി ആ പിതാവ് എന്തും ചെയ്യുന്നതിന് മടിക്കാതെ നിന്നത് പോലെ തന്നെ അല്ല, മതിലുകൾ ചാടി കയറണമെങ്കിൽ അദ്ദേഹം അതിന് തയ്യാറാണ്, എത്ര ദൂരം വേണമെങ്കിലും ഓടുവാൻ അദ്ദേഹം തയ്യാറാണ്, എങ്ങനെയും തന്റെ മകനെ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അതുപോലെ യേശുവും ഒരു പാപിയായ ഒരു വ്യക്തിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ തയ്യാറത്രേ. खोए हुए बेटा को मिलने के लिए जो पिता ने कैसा भी हो, कुछ भी हो, मेहनत हो, नुकसान हो, कोई कारण हो, मिलने तक ढूंढ रहा है, ऐसी नहीं है मसीह ने हमारे लिए. ആകയാൽ ദാഹത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിരിക്കുന്നതായ നമ്മെ അനുഗ്രഹിക്കാതിരിക്കുവാനുള്ള ഒരു കാരണവും ഞാൻ കാണുന്നില്ല. प्यासे है परमेश्वर की महिमा पाने के लिए, वो महिमा के लिए प्लेटफॉर्म में आकर जागते हुए परमेश्वर की संतानों को सिवा अनुग्रह से रहने कोई कारण नहीं होता है. ഒരു സ്ഥലത്ത് യേശു തന്റെ സുവിശേഷ പ്രവർത്തനവുമായി പോയപ്പോൾ അവിടെ ഒരു പിശാചിനാൽ പിടിക്കപ്പെട്ടതായ ഒരു വ്യക്തിയെ കണ്ടെത്തുന്നതിനിടയായി. और मसीह की सेवकाई चल रहा था. एक व्यक्ति ने शैतान से दृढ़ होकर वहां पर पाया, देखा. പിശാചിന് മനസ്സിലായി യേശു അവനെ ഇറക്കി വിടും എന്ന്. शैतान को जो बात मालूम पड़ा है, ये व्यक्तियों में से शैतान को उतारने के लिए सामर्थ्य है मसीह. യേശുവിന്റെ അനുവാദത്തോടുകൂടി അവിടെ ഉണ്ടായിരുന്ന 2000 പന്നികളിലേക്ക് ഈ ഭൂതങ്ങൾ ചാടിക്കയറി. जो एक व्यक्ति में जो शैतान से दृढ़ था, उसी में से उतरा, वहां पर सुहर को पाते हैं. 2000 सुहर पानी में डूबकर मर गई है. ഈ 2000 പന്നികള് അത് കൂട്ടത്തോടുകൂടി അത് സമുദ്രത്തിൽ ചാടി ചത്തു. 2000 सुहर समुद्र में डूबकर मर गया है.
അവിടെയുള്ളതായ പന്നി മേയ്ക്കുന്നതായ അത് ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ളതായ അനേകം വ്യക്തികളുടേതായ എന്താണ് ഉപജീവന മാർഗമത്ര ഇല്ലാതായത്. और सुहर को चराने वाले उसका मालिक ने उसका धन दा ये सुहर. ആ പ്രദേശവാസികളുടേതായ സമ്പദ്ഘടനയത്രേ തകർക്കപ്പെട്ടത്. जो देश निवासियों की धन के कारण है एक क्षण समय में नष्ट हो गया है. എന്നാൽ ഒരു മനുഷ്യന്റെ വിടുതലിന് വേണ്ടിയും 2000 പന്നികളെ അത് നശിപ്പിക്കുന്നതിനും യേശു കർത്താവ് തയ്യാറായി. वो और एक व्यक्ति को उद्धार देने का रक्षा देने के लिए 2000 सुहर को नाश करने का अवसर हुई है. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം തയ്യാറായി എന്ന്. और मसीह की वचन हमको यही समझाता है, सिखाता है, मानव जातियों को उद्धार देने के लिए होगा कि एक पुत्र यीशु मसीह को संसार में मरने दिया है. ഇവിടെ നാം വായിക്കുന്നത് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് അത്രേ. यहाँ पर हम पाया जाता है होगा परमेश्वर ने पृथ्वी को इतनी प्यार किया है. ദൈവത്തെ അറിയാതെ ജീവിക്കുന്നതായ ബദ്ധന്മാരായ ആളുകളെ ദൈവം സ്നേഹിക്കുന്നു. और मसीह में से रहित थे, दूर थे, उन्होंने सामने लाने के लिए प्रभु ने इतने प्रयत्न की है. നമ്മിൽ പലരും ചിന്തിക്കും, എന്തിനാ അവരെ സ്നേഹിക്കുന്നത്, നമ്മൾ വിശ്വാസികളായിട്ട് പള്ളിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന നമ്മളെയല്ലേ സ്നേഹിക്കേണ്ടത് എന്ന്. शायद हो उन्हीं को मन में यही लगा होगा, गिरजाघर में जितने लोग आते हैं मसीह की नाम लेने के लिए, वो हमको मदद करे, उन्हों को क्यों मदद देते हैं. കർത്താവായ യേശുവിന്റെ തീവ്രമായ ആഗ്രഹം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ഒന്നുപോലും നശിച്ചു പോകരുത് എന്നുള്ളതായ ആഗ്രഹം അത്രേ. ये मसीह की आग्रह इच्छा यही है, मसीह में कोई किसी भी आया वो नष्ट ना हो, मसीह में अटल रहे. അപ്പൊ ഇവിടെ നാം കാണുന്നത് ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി ഒരു പ്രദേശത്തിന്റെ സാമ്പത്തിക ഘടന തന്നെ അത് നശിപ്പിച്ചതായ ഒരവസ്ഥ. यहाँ पर हम ये बात पाया जाता है, एक व्यक्ति की उद्धार के लिए, रक्षा के लिए एक देश की और उनका फलदायी नष्ट होकर एक व्यक्ति को रक्षा देता है. ഒരു വ്യക്തിയെ എത്രമാത്രം ദൈവം വിലമതിക്കുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. एक व्यक्ति की मूल्य कितना है मसीह समझ लेते हैं. വിടുതൽ പ്രാപിച്ചതായ അവൻ യേശുവിനെ പിന്തുടരുവാനും ഒരു സുവിശേഷകനായി തീരുവാനും ആഗ്രഹിച്ചു. वो छुटकारा पाया हुआ वो व्यक्ति इतनी असीम सामर्थ्य से मसीह को प्रेम की है. യേശു പറഞ്ഞു, നീ എന്നോടുകൂടി വരേണ്ട ആവശ്യമില്ല, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ കർത്താവിനെ പ്രാപിച്ചതായ വിടുതലിനെ കുറിച്ച്, രക്ഷയെ കുറിച്ച് അറിയിക്കുകയത്രേ വേണ്ടത്. അങ്ങനെ ഒരു വലിയ സുവിശേഷകനായി അവൻ മാറി. वो शैतान से रक्षा पाया हुआ जो व्यक्ति मसीह का पीछे हो लेने के लिए आया, लेकिन मसीह ने कहा तू कहां पर रहते हैं वहां पर तूने मेरा नाम की प्रचार किया करो, एक सुसंदेश समझाओ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. रोमियो की पत्री पहले अध्याय की 16वां पद में हम ये पाया जाता है, അവിടെ എഴുതിയിരിക്കുന്ന സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന യവനും ആദ്യ യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവ ശക്തിയാകുന്നു. यहाँ पर देते हैं क्योंकि मैं सुसमाचार से नहीं ले जाता, इसलिए कि वह हर एक विश्वास करने वालों के लिए, पहले तो यहूदी फिर यूनानी के लिए उद्धार के निमित्त परमेश्वर की सामर्थ्य है. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു.
प्रेरितों का काम में पगले दिया है 8वां पद में ये वचन दिया है, जो तुम्हारा ऊपर शक्ति पवित्र आत्मा की सामर्थ आएगी, तुम जब वो प्रचार करो और भूमि के कोने कोने तक प्रचारक बनो. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത് യേശുവിനെ സാക്ഷിക്കുവാനത്രേ. पवित्र आत्मा हमारे में आते हैं यीशु मसीह की गवाह बनने के लिए. സാക്ഷിയായി തീരുക എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് മരണത്തിൻ്റെതായ ഒരു ഒരു ധ്വനി കൂടി ഉണ്ട്. और गवाह है यही बात है मृत्यु के बारे में प्रचार देना. അതെ, ഭൂമിയിൽ എന്റെ സാക്ഷികളായി തീരുക എന്നത്രേ കർത്താവ് പറഞ്ഞത്. भूमि में मेरा गवाह बनने के लिए बताया है. അങ്ങനെ ഈ സുവിശേഷ വേല ചെയ്യുന്നതായ എല്ലാ വ്യക്തികളെയും കുറിച്ച് പറയുമ്പോൾ അവരുടെ അവരുടെ മാസ്റ്ററായ കർത്താവിന് സംഭവിച്ചതുപോലുള്ളതായ അത് ജീവൻ പോലും നഷ്ടപ്പെടുന്നതായ അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. गवाह बनने के कारण अपना जिंदगी जीवन भी खो जाने का अवसर भी अनेक समय में जीवन में आते हैं. നശിച്ചു പോയതിനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, അത് തീയിൽ നിന്നും വലിച്ചെടുക്കുവാൻ തക്കവണ്ണം നാം ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ആ ഉദ്യമത്തിൽ നമുക്ക് മരണം സംഭവിച്ചേക്കാം. खोए हुए लोगों को लाने के लिए, जिलाने के लिए एक सेवक ने, सुसमाचारक ने गवाह की साथ रहेगा तो शायद हो हमारा जीवन भी खो जाएंगे. ഒരിക്കൽ ആശാര്യ ഉപദേശിയുടെ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവുകയാണല്ലോ, എന്നാണ് മടങ്ങി വരുന്നത് എന്ന്. एक बार हमारा देश में एक बड़ा महान प्रचारक थे, आचार्य उपदेशी नाम, इसका मतलब सुधार दे, यीशु को अपनाया, ग्रहण किया. वो व्यक्ति को इनका पत्नी ने पूछताछ की, तू सेवकाई के लिए जा रहा है, कभी वापस आएंगे? അദ്ദേഹം പറഞ്ഞു, അതൊരു മണ്ടൻ ചോദ്യമാണ്. उन्होंने पति ने पत्नी को ये बात कहा है जो मूर्ख बात है. മടങ്ങി വരും എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. जो कुछ गारंटी नहीं मिलेगा, आएगा वापस आएगा नहीं आएगा. അതെ, സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അത് മരണം വരെ സംഭവിച്ചാലും അതിന് സാധ്യതയുണ്ട് എന്നത്രേ. गवाह बनना यही बात है, मृत्यु तक पहुंचाएगा तो भी मसीह के लिए गवाही होना. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ളതായ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും നാം പുറപ്പെടുന്നത്? कारण क्या है, हमारा मसीह का सेवकाई के लिए क्यों जा रहा है? ക്രിസ്തുവിനോടുള്ളതായ നമ്മുടെ സ്നേഹത്തിന്റെ പ്രകടനമത്രേ ഈ സുവിശേഷ ദൗത്യം എന്ന് പറയുന്നത്. मसीह की ओर हम इतने प्यार करते हैं, प्रेम रखता है, उसकी हम प्रकटीकरण में है. ഒരിക്കൽ ഒരു ദൈവദാസൻ വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. एक बार एक परमेश्वर के दास ने हवा जहाज पर यात्रा कर रहा था. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്നതായ ഒരു യാത്രക്കാരി അദ്ദേഹത്തെ പരിചയപ്പെട്ടു. उसका साथ में साथ यात्रा करने वाली एक औरत ने उसका मुख परिचय हुई. ആ സ്ത്രീ തന്നെ തന്നെ പരിചയപ്പെടുത്തി, അവർ ഒരു ബിസിനസ് നടത്തുകയാണ്, അതിന്റെ കാര്യങ്ങളുമായിട്ട് യാത്ര ചെയ്യുകയാണെന്ന് പറഞ്ഞു. वो स्त्री ने वो पुरुष का साथ ये बातचीत की, मैं बड़ा धंधा करने वाले हैं और कामकाज में है, उसके बारे में उनको परिचित कर दी. അദ്ദേഹം ആശ്ചര്യപ്പെട്ടു, ഓ, നിങ്ങൾ ഒരു ബിസിനസ് സംരംഭകയാണ് അല്ലേ എന്ന്. आश्चर्य से अचंभा होकर ये दास ने स्त्री को कहा, ठीक है, बहुत अच्छी बात है. അപ്പോൾ തന്നെ തന്നെ അദ്ദേഹം പരിചയപ്പെടുത്തി, ഞാൻ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നതായ ഒരു ബിസിനസ് സംരംഭത്തിന്റെ പങ്കാളിയാണ് എന്ന്. वो स्त्री ने इसको कहने लगा, दुनिया के कोने कोने तक हमारा कंपनी के बारे में प्रचार देते रहते थे. അദ്ദേഹം പറഞ്ഞത്, എന്റെ കമ്പനിയുടെ പ്രതിനിധിയായിട്ടത്രേ ഞാൻ സഞ്ചരിക്കുന്നത് എന്ന്.
मोही ने यो कहा है हमारा कंपनी की और प्रतिनिधि होकर जा रहा है। ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഞങ്ങളുടെ കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. दुनिया की हर जगहों में कोने कोने तक हमारा कंपनी की ऑफिस और कारखाना वहां पर है। ഞങ്ങളുടെ കമ്പനിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതായ അനേകം ആശുപത്രികളുണ്ട്, അഭയ കേന്ദ്രങ്ങളുണ്ട്. और हमारा कंपनी की तरफ से अस्पताल भी है और विश्राम स्थान भी है. അതെ, മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അനേകം മന്ദിരങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു. और पागलपन के लोगों को भी संभालने के लिए जगह ही है. ഞങ്ങൾ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. हमें पढ़े लिखे के लिए स्कूल की व्यवस्था भी हम कर दिया है. ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ബിഹേവിയർ ആൾട്ടറേഷൻ. और हमारा और वहां से उत्पन्न क्या है और अच्छे रास्ता अच्छे चिंता मनुष्यों के जीवन में लाने. ട്രാൻസ്ഫോമിംഗ് പീപ്പിൾസ് ലൈഫ്, ജനങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക, അതത്രേ ഞങ്ങളുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു. हमारा कंपनी की प्रोडक्ट यही उत्पादित वस्तु यही है, बहुत सारे धक्के मारते हुए लोगों को आगे लाना. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ ആ വ്യക്തിയെ പരിപാലിക്കുക എന്നുള്ളതത്രേ ഞങ്ങളുടെ കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. हमारा कंपनी की कारखाना की लक्ष्य यही है, जन्म से लेकर मृत्यु तक उनको संभालना और परिपालित करना. അദ്ദേഹം ഈ ആലങ്കാരിക ഭാഷയൊക്കെ മതിയാക്കിയിട്ട് ഉള്ള കാര്യം പറഞ്ഞു, അത് ലോകം മുഴുവനും ഞങ്ങൾക്ക് സഭകളുണ്ട് എന്ന്. और उन्होंने ऐसा थोड़ा हंसते हुए कहने लगा, दुनिया की हर जगहों में हमारा मंडली भी है. ഇവിടെ ജനത്തിന് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതിനും വിടുതൽ പ്രാപിക്കുന്നതിനും സൗഖ്യം പ്രാപിക്കുന്നതിനുള്ളത് അവസരമത്രേ ഞങ്ങൾ കൊടുക്കുന്നത്. हम ऐसा अवसर देता है, बीमार से हो, धक्के मारते हुए लोग हो, हमारा यहाँ विश्राम स्थान में आते हैं, उन्होंने बीमारी चंगाई होते हैं और जीवन सफलदायी में होते हैं. വചനം പ്രസംഗിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു, ആളുകളുടേതായ ദുസ്വഭാവങ്ങളിൽ നിന്നും പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും അവർ പുറത്തു വരുന്നു. അതത്രേ ബിഹേവിയറൽ ആൾട്ടറേഷൻ എന്ന് പറയുന്നത്. हमारा जो संगति में लोग आते हैं बीमारी चंगाई हो जाते हैं और भूत से उन्होंने उद्धार रक्षा देता है, यीशु को ग्रहण करते हैं, जिंदगी साफ सफाई होता है. അതുകൊണ്ട് സഭകളിൽ ഇന്ന് നാം കാണുന്നത് അത് ക്രിസ്തു നിമിത്തം രൂപാന്തരം പ്രാപിച്ചതായ വിശ്വാസികളെ അത്രേ കാണുന്നത്. इसी प्रकार हमारा मंडलियों में इतने विश्वास रखने वालों को दिखा देता है. പ്രിയരെ, നാം ഏവരും ഈ ഗ്ലോബൽ എന്റർപ്രൈസസിന്റെ ഭാഗമായിരിക്കുന്നു. प्यारो, मैं आपको एक बात चेतावनी देता है, दुनिया की कोने कोने तक, दुनिया की हर जगहों में मसीह की मंडलियों में आपको जोड़ने के लिए ये सेवकाई कर रहा है. നമ്മുടെ കമ്പനിയുടെ സിഇഒ എന്ന് പറയുന്നത് സാക്ഷാൽ യേശു ക്രിസ്തു അത്രേ. हमारा कंपनी की मालिक स्वामी हमारा यीशु नासरी है. സഭയുടെ നാഥൻ യേശു ക്രിസ്തു അത്രേ. उसका गुरु स्वामी मसीह है. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. मसीह ने उन्हों को ये चेतावनी दी, मैं दुनिया की संसार की ज्योति हूँ. അതെ, ക്രിസ്തുവിന്റെ വെളിച്ചം പ്രാപിച്ചതായ വ്യക്തികൾക്കത്രേ ഈ ഇരുളടഞ്ഞതായ ലോകത്തില് സാക്ഷികളായി തീരുവാൻ കഴിയുന്നത്. जो अंधकार में डूबे हुए लोगों को ये ज्योति पाएगा तो अंधकार ज्योतिमय लाएंगे. നാം ഈ ലോകത്തിൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഈ പ്രകാശ കിരണങ്ങൾ മറ്റുള്ളവരുടെ മേൽ പതിക്കുമ്പോൾ അവർക്ക് അതെ ഒരു രൂപാന്തരം ഉണ്ടാകുന്നു. हम यात्रा करता है, हमारा मुसाफरी में हमारे में जितना ज्योति है, अंधकार में डूबे हुए लोगों को भी वो ज्योति में आते हैं. എന്നാൽ എല്ലാ ആളുകളും പ്രകാശിക്കുന്നില്ല. हर लोग हर विश्वासी प्रकाशित नहीं होते हैं. എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ലൈറ്റിന്റെ സ്വിച്ച് ഓഫ് ആണെന്ന് തോന്നുന്നു. शायद हो उनका लाइट की स्विच बंद है. എല്ലാവരും പ്രകാശിപ്പാൻ ദൈവം സഹായിക്കട്ടെ.
और हर लोग प्रकाशित होने के लिए कारण बने। ഈ നമുക്ക് ഏറ്റവും ദൈവമക്കൾ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത്രേ. और हमारा जिंदगी की हर बात यही हमारा ऊपर बोझ रखा है, सुसमाचार दुनिया की कोने कोने तक पहुंचाना। വിശേഷം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതായ വ്യക്തികളെ ഇവാഞ്ചലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. सुसमाचार औरों का साथ बात करके लोगों को वचन बताने वालों को सुसमाचारक नाम दिया गया है। ഈ നാളുകളിൽ ആ പേര് വഹിക്കുവാൻ പലരും ഇഷ്ടപ്പെടുന്നില്ല. जो सुसमाचारक नाम देने के लिए कोई किसी ने मन नहीं लगता है। എല്ലാവരും പാസ്റ്റർമാരെന്ന് പറയുവാനും പ്രവാചകന്മാരെന്ന് പറയുവാനും വളരെ താല്പര്യം കാണിക്കുന്നു. लोग ने ऐसा आग्रह रखता है, मैं पास्टर हूं, मैं डॉक्टर लिया हुआ व्यक्ति हूं, ऐसे कहते हैं। എനിക്ക് പല പല ലേബലുകൾ ഉപയോഗിക്കുവാൻ കഴിയും. मुझे कई प्रकार के नाम ले सकते हैं। എനിക്ക് പ്രൊഫസർ എന്ന് പറയുവാൻ കഴിയും. और मैं भविष्यवाणी देने वाला भविष्यवक्ता है। ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയാമെങ്കിലും ഞാൻ ഇവാഞ്ചലിസ്റ്റ് എന്നുള്ളതായ അത് അത്ര ഇഷ്ടപ്പെടുന്നത്. और परमेश्वर के दास के मन में यही बात है, मेरा नाम सुसमाचारक ये नाम दे लेने के लिए मैं आग्रह है। ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും അതുപോലെ തന്നെ ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ മിഷണറി എന്ന് അറിയപ്പെടുന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और ये हमारा सामने बैठा हुआ सभी लोग सुसमाचारक घोषणा करने वाला नाम दिया गया है। അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതായ ഒരു പദവി അത്രേ. ये उन्नत पदवी श्रेणी में उन्नत श्रेणी में है। എന്റെ വടക്കേ ഇന്ത്യയിലുള്ളതായ സുവിശേഷത്തിന്റെ ഭാഗമായിട്ട് ഒരിക്കൽ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. परमेश्वर के दास ने उत्तर भारत की सेवकाई के बारे में वो ट्रेन गाड़ी में चल रहा था। വളരെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ വളരെ അസ്വസ്ഥനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലക്ഷ്യമില്ലാതെ നടക്കുന്നത് കണ്ടു. एक बड़ा पढ़े लिखे व्यक्ति, एक बड़ा नौकरी करने वाला गाड़ी के अंदर इधर उधर इधर घूमते रहते थे। എന്റെ മനസ്സ് അത് കണ്ടപ്പോൾ വളരെ ഭാരമുണ്ടായി. परमेश्वर के दास का मन में कुछ बोझ आ गया है। എനിക്ക് അദ്ദേഹത്തോട് പിന്നെ സുവിശേഷം അറിയുവാനുള്ളതായ ശക്തമായ പ്രേരണയുണ്ടായി. परमेश्वर के दास को उन्हीं को सुसमाचार की प्रचार के लिए प्रेरणा मिल गई है। ഈ സുവിശേഷം പറയുകയും രക്ഷയുടെ സന്ദേശം അതെ ആ വചനം അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം ഏറ്റുപറയുകയും ചെയ്തു. सुसमाचार उनको समझाया सुनाया, तब यीशु मसीह को ग्रहण किया, अपनाया है। അദ്ദേഹത്തിന് വലിയ ആശ്വാസവും സമാധാനവും ഉണ്ടായി. उनका मन में दिलाजा आजादी कर दी। അതെ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും സമാധാനം ഉണ്ടാക്കുന്നവരത്രേ. प्यारो, मेरा शब्द सुनने वाले, प्रभु हमारे बोझ दिया सुसमाचार की घोषणा के लिए। നാം ഓരോരുത്തരും സമാധാന പുത്രന്മാരത്രേ. हम प्रत्येक व्यक्तियों को शांति दिलाने वाले हैं। ഈ കഴിഞ്ഞ ആഴ്ചയില് ഹൈന്ദവനായ ഒരു വ്യക്തി എന്നോട് സംസാരിച്ചു. बीते सप्ताह में परमेश्वर के दास में हिंदुत्व में रहने वाला एक व्यक्ति का साथ बातचीत करने लगा। പലപ്പോഴും ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്, ചില്ലറ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. कई बार आपस में मिलता है, कई बातचीत भी करते हैं। അദ്ദേഹത്തിന്റെ ഒരു മകൻ അകാല ചരമം പ്രാപിച്ചു. और उनका एक बेटा ऐसा पहले मृत्यु हो गया है। അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. और बस बात करते रहते थे। എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി സംസാരിക്കുന്നതിന് എനിക്ക് അവസരം കിട്ടിയില്ല. मसीह के बारे में उनका साथ बात करने के लिए परमेश्वर के दास को अवसर नहीं मिला था। അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ കണ്ടുമുട്ടിയപ്പോൾ എന്നെ കുറിച്ച് ഒരു റിമാർക്ക് പറഞ്ഞു. परमेश्वर के दास को उन्होंने मिला, आपस में मिला, तब एक बात अमुक बात कहने लगा। അദ്ദേഹം പറഞ്ഞു, സാറ് സമാധാനമുള്ള മനുഷ്യനാണ്. उन्होंने ऐसी बात कहने लगा, वो साहब आपने शांति की दादा है। അതെ, നമ്മളെല്ലാവരും തന്നെ സമാധാന പുത്രന്മാരത്രേ.
हम सब ने शांति की दादा है। മറ്റുള്ളവരെ അലകടൽ പോലെ ജീവിതത്തിൽ സമാധാനമില്ലാതെ ജീവിക്കുമ്പോൾ നമുക്ക് കർത്താവ് നമ്മിൽ ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങളുടെ മധ്യയാണെങ്കിലും വളരെ സമാധാനത്തോടു കൂടി ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ കഴിയും. मसीह के सिवा जाने वाले और लहर की नाई जो जीवन ऐसी नुकसान की चलते हैं, लेकिन मसीह में है, उन्होंने शांति पाकर जा रहा है। യേശു പറഞ്ഞു, ജനം വളരെയധികം ഭാരത്തിലായിരിക്കുന്നു, നിരാശയിലായിരിക്കുന്നു, അവർ ക്രിസ്തുവിനെ അറിഞ്ഞില്ല എങ്കിൽ നശിച്ചു പോകും എന്ന്. मसीह ने हमें यही बात सिखाया। और संसार में लहर की नाई है मानव जाति, शैतान की गुलाम में गिर गई है, लेकिन मैं कहता हूं उन्होंने नाश में जाएंगे। ജീവിതത്തിൽ പ്രതിസന്ധികളുടെ മധ്യേ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നതായ ഒരു വലിയ ജനതയത്രേ നമ്മുടെ മുമ്പിലുള്ളത്. प्रश्न के अंदर प्रश्न में विधाते हुए लोगों के बीच में हम भी रहते हैं। ദേശം അത് വിളവിനായിട്ട്, വയലേലകൾ വിളവിനായിട്ട് അത് എന്താണ് അതിന് ഭാഗമായിരിക്കുന്നു എന്ന് യേശു ഒബ്സർവ് ചെയ്തു. एक समय मसीह ने ये बात दी, खेती किया है, खेत फसल काटने के लिए तैयारी है, फसल काटने का अवसर यही है। യേശു ക്രിസ്തുവിലൂടെ ഒരു വിടുതലുണ്ട്, ഒരു രക്ഷയുണ്ട് എന്ന് നാം ഒന്ന് പറയുകയാണെങ്കിൽ തന്നെ അവർക്ക് വലിയ വിടുതലും ആശ്വാസവും രക്ഷയും ലഭിക്കും. यीशु मसीह के द्वारा हमको छुटकारा है, उद्धार है कहेगा तो उनको भी छुटकारा मिलेगा और आजादी हो जाएगा। നാം അത് പറയുവാൻ തക്കവണ്ണം തയ്യാറാകുന്നില്ല എങ്കിൽ ഈ ജനങ്ങൾ നശിച്ചു പോകും. हम ये बात कहने के लिए समय लेता नहीं है तो वो लोग नाश हो जाएगा। അതെ, നമുക്ക് ഫലം നൂറുമേനി കൊയ്യുവാൻ കഴിയും നാം അവസരം വിനിയോഗിക്കുകയാണ് എങ്കിൽ. हमारा समय उपयोग करेगा तो 100% काट सकते हैं। നാം അവരെ രക്ഷയിലേക്ക് നയിക്കുന്നില്ല എങ്കിൽ അവ ഒന്നുകിൽ നശിച്ചു പോകും, അല്ലെങ്കിൽ യഹോവ സാക്ഷികൾ അവരെ പിടിച്ചുകൊണ്ടുപോകും. और हम उनको रक्षक होकर उनका साथ नहीं जाएगा तो उन्होंने विनाश की गड्ढे में नहीं है तो यहोवा की गवाह वालों ने पकड़ कर ले जाएंगे। അനേകം മക്കളെ ദോഷകരമായ രീതിയിൽ സ്വാധീനിച്ച് പിടിച്ചുകൊണ്ടുപോകുന്നതായ ഒരു സംഘടനയത്രേ യഹോവ സാക്ഷികൾ എന്ന് പറയുന്നത്. अनेक निर्बल बुद्धियों वालों को पकड़ कर ले जाते हैं। आजकल दिनों में प्रबल होता है और दुष्ट आत्मा के काम के साथ जाते होवा साक्षी वाले। ആകയാൽ കൊയ്ത്തിന് ഭാഗമായിരിക്കുന്നതായ ഈ ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം. ഇത് കൊയ്യുവാനുള്ളതായ സമയമത്രേ. दिनों में ध्यान दे, काटने फलदायी के समय है, सिला काटने का अवसर है। सुसमाचार की घोषणा के लिए प्रभु ने हमें सहाय दिया गया है। നാം അവസരത്തിന് ഉയർന്ന് അവരോട് സുവിശേഷം പറയുന്നില്ല എങ്കിൽ അത് ആ കൊയ്ത്ത് നശിച്ചു പോകും, അല്ലെങ്കിൽ യഹോവ സാക്ഷികൾ പിടിച്ചുകൊണ്ടുപോകും. और काटने की समय सिरा काटने के लिए तैयारी नहीं होवे तो सुसमाचार फैलाने का समय हम वो समय उपयोग नहीं करेगा तो साक्ष्यों वालों ने उनको पकड़ कर ले जाएंगे। ഈ നശിച്ചു പോകുന്ന ജനത്തെ നമുക്ക് എങ്ങനെ രക്ഷിക്കുവാൻ കഴിയും? ये नाश में जाते हैं जो लोगों को कैसा हम उधार दे सकते हैं। നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും, നമുക്ക് അവർക്ക് വേണ്ടി കരുതുവാൻ കഴിയും, നമുക്ക് അവരോട് ഈ ക്രിസ്തുവിന്റെ വചനവും നമ്മുടെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കഴിയും. मानोगे यही बात है, हम उन्हीं को सुसमाचार सुनाना, समझाना, उनको उद्धार करने के लिए रास्ता बने, मसीह की ओर मिलाने के लिए प्रयत्न करें। ഇതുവരെ പ്രാർത്ഥിച്ചതുപോലെയല്ല, മനഃപൂർവമായിട്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയും നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി നമ്മുടെ ദേശത്തിന് വേണ്ടി നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करें विनाश के गड्ढे में जाने वाले, नाश की घोर अंधकार में जाने वाले
और विनाश की गड्ढे में इत्यादि लोगों को सुसमाचार सुनाए, प्रार्थना करे, जागते हुए रहे। ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും പ്രശ്നങ്ങളുണ്ട്. दुनिया के हर लोगों को प्रश्न है। ഒരു യഹൂദ റബിക്ക് അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നു. यहूदा यहूदियों में एक रबी थे, उन्होंने एक प्रश्न के साथ उन्होंने गुजर गया। അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് തന്റെ മകൻ സുവിശേഷം കേട്ട് അവൻ ക്രിസ്ത്യാനിയായി തീർന്നു എന്നുള്ളത് അത്രേ. एक प्रश्न यही है, उनका बेटा सुसमाचार सुनते हुए यीशु को अपनाया, ग्रहण किया। യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായം യഹൂദന്മാരെ സംബന്ധിച്ച് നിരോധിക്കപ്പെട്ടതായ ഒരു അധ്യായം അത്രേ. और उनका मिला हुआ 53 अध्याय में उनको निक्षिप्त थे। അവരെ വിലക്കിയിരിക്കുകയാണ് ആ അധ്യായം വായിക്കുന്നതിൽ നിന്നും. यशायाह नबी की पुस्तक 53 अध्याय में यीशु मसीह की कष्ट के बारे में है, यहूदियों को समझाता है, सिखाता है। वो अध्याय कोई किसी ने पढ़ना नहीं। അത് വായിച്ചു കഴിഞ്ഞാൽ അത് യേശുവാണ് മെശിഹ എന്നുള്ളത് വളരെ വ്യക്തമായി തീരും, അവർ വിശ്വസിക്കുന്ന ഇടയായിത്തീരും. അതുകൊണ്ട് അത്ര അത് നിരോധിച്ചിരിക്കുന്നത്. यहूदियों के बीच में ही नियम है, यशायाह नबी की पुस्तक 53 अध्याय पढ़ना नहीं। पढ़ेगा तो वो मसीह के बारे में है, पढ़ेगा तो मसीह को अपनाएंगे और ईसाई नाम दिया गया होगा। ഈ റബി മറ്റൊരു റബിയോട് പറഞ്ഞു, തന്റെ പ്രശ്നം ഇതാണ്, എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ എന്ന്. ये रबी गुरु ने दूसरा एक गुरु के साथ बातचीत की, इसको उठाने के लिए कोई रास्ता है नहीं है। ആ റബിയും പറഞ്ഞു, എന്റെയും പ്രശ്നം അത് തന്നെ, എന്റെ മകൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന്. वो ही कहा है, मेरा प्रश्न भी वो ही है, मेरा बेटा भी यीशु को ग्रहण किया है। എന്നാൽ നമുക്ക് പ്രധാനപ്പെട്ട ചീഫ് റബിയുടെ അടുക്കലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞു. और उन्होंने सबका ऊपर बैठा हुआ प्रधान रबी की ओर गई है। പ്രധാന റബിയും പറഞ്ഞു, എന്റെയും പ്രശ്നം അത് തന്നെയാണ്, എന്റെ മകൻ യേശുവിൽ വിശ്വസിക്കുന്നു, എന്ത് ചെയ്യും? हमारा घर में भी प्रश्न यही है, मेरा बेटा यीशु को ग्रहण किया है। നമുക്ക് എല്ലാവർക്കും കൂടി യഹോവയോട് ചോദിക്കാം എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു. और सबने मिलकर उन्होंने यहोवा को साथ पूछताछ करेंगे, उन्होंने सब बोलकर चले गया। ആ യേശു ക്രിസ്തു ഒരു ശമരിയ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നതായ ആ ഒരു സംഭവം നമുക്കറിയാമല്ലോ. वो मसीह शमरिटी एक औरत के साथ बातचीत करते हैं जो हम देखते हैं। യേശു ആ സഹോദരിയോട് ജീവന്റെ വചനങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. यीशु मसीह ने ये स्त्री के साथ परमेश्वर की वचन के बारे में बांटने दिया। എന്നാൽ ആ സ്ത്രീയുടേതായ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ധാർമ്മികമായിട്ടുള്ളതായ ഒരു തടസ്സം അവിടെ ഉണ്ടായിരുന്നു. ये स्त्री का साथ बात करते हैं, ये स्त्री ने वहां पर बड़ा अपराधी थी। യേശു ക്രിസ്തുവിൻ്റെതായ ധാർമ്മികതയും ആ സ്ത്രീയുടെ അസന്മാർഗിക ജീവിതവും പൊരുത്തപ്പെട്ടു പോകുകയില്ല. और यीशु मसीह की उपदेश और ये स्त्री की जिंदगी दोनों दो रास्ता पर है। അവളുടെ മതവും യേശു പറയുന്ന സുവിശേഷവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുകയില്ല. उन्होंने धर्म माना है, यीशु का सुसमाचार दोनों दो भाग में है। അതിലുപരിയായിട്ട് സാമൂഹികപരമായിട്ടുള്ളതായ അത് തടസ്സങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. वहां पर आमतौर पर लोगों का बीच में से संगति उन्हीं को नहीं मिलते थे। ശമരിയക്കാരും യഹൂദന്മാരും വംശീയമായിട്ടുള്ളതായ അത് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ये यहूदियों और शमरिक ये दोनों पराया जाति की नाई थे। ഈ രണ്ട് വർഗങ്ങളും തമ്മില് ജാതികളും തമ്മില് അങ്ങനെ എന്താണ് റിലേഷണൽ ഒരു തരത്തിലുള്ള സമ്പർക്കവും ഇല്ലായിരുന്നു. ये दोनों जाति, इसके मालूम शमरी और यहूदी दोनों में आपस में मिलावट नहीं है और दूर है, बिगड़े हुए है। എന്നാൽ രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ളതായ ഒരു കാര്യമുണ്ടായിരുന്നു, അത് വെള്ളം. दोनों का बीच में एक रास्ता खोलने के लिए अवसर है, पानी।
ആ സ്ത്രീ വെള്ളം കോരാനത്രേ വന്നത്. യേശു ആണെങ്കിൽ ജീവ ജലം നൽകുവാനും തയ്യാറാത്രേ. वो स्त्री ने दोपहर के समय पानी बटोरने के लिए आया है, लेकिन यीशु मसीह ने जीवन की पानी देने के लिए आया है. അതെ, അവൾ രക്ഷ പ്രാപിക്കുന്നതിനും ആ ശമരിയ പട്ടണത്തെ മുഴുവനും അത് സുവിശേഷവൽക്കരിക്കുന്നതിനും ആ സ്ത്രീയെ പിന്നീട് ദൈവം ഉപയോഗിച്ചു. वो स्त्री मसीह को अपनाया, पाया, ग्रहण किया. वो स्त्री को मसीह ने उपयोग किया, वो देश वाले पूरे मसीह की वचन सुनने के लिए. അതെ, നാം എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം എന്തിനെ സ്നേഹിക്കുന്നു അതിനെ നമ്മളും സ്നേഹിക്കും. और इस दुनिया के हर चीजों से भी अधिक मसीह में प्रेम करेगा तो मसीह की प्रेम हमारे में आते हैं, सबसे बड़ा वो ही है. ദൈവം എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് സ്നേഹിക്കുന്നത് മറ്റ് മനുഷ്യരെ അത്രേ. दुनिया के हर चीजों से भी बढ़कर मसीह ने मनुष्यों को प्रेम किया है. നാം ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ ദൈവം എന്തിനെയാണോ സ്നേഹിക്കുന്നത് അതിനെ നമ്മളും സ്നേഹിക്കും. हम परमेश्वर के साथ इतना आम आते हैं, साथ आते हैं, इतने प्रभु ने हमारा साथ आकर हमारा ऊपर प्रेम देखते हैं. യേശു ത്യാഗം സഹിച്ചത്, ക്രൂശുമരണം ഏറ്റത് അത് മനുഷ്യരെ രക്ഷിക്കുവാനത്രേ, ആത്മാക്കളെ നേടുവാനത്രേ. यीशु मसीह क्रूसारोहण हुई पापी मानव जातियों को हमको रक्षा देने के लिए. ചിലർ വിചാരിക്കും എന്താണ് ഈ സുവിശേഷം എന്ന്, അതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടം എന്ന് ചിലർ ചിന്തിക്കുന്നു. और लोगों ने ऐसा सोच विचार करते हैं, यीशु मसीह को क्रूस पर चढ़ाया, उसके कारण में हमारा फायदा क्या है. വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, തന്റെ പിതാവിനെ ആദരപൂർവ്വം ശുശ്രൂഷിക്കുന്നതായ ഒരു മകന് തന്റെ പിതാവ്, തന്റെ വാത്സല്യനിധിയായ പിതാവ് അവന്റെ പ്രതിഫലം കൊടുക്കുന്നത് പോലെ നമ്മുടെ പിതാവായ ദൈവം നമുക്കും പ്രതിഫലം തരും. पिताजी की शब्द आदर के साथ स्वीकार करने वाले बेटा को पिताजी ने जो मिल्कियत देते हैं, आदर देते हैं, इसी नहीं हमारा यीशु मसीह यीशु में आने वालों को बुलाकर इतनी आदर दिया देता है. യേശു പറഞ്ഞു, പിതാവേ, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത്രേ എന്റെ ആഹാരം, നിന്റെ വേല എന്റെ ആഹാരം. मसीह ने यही बात शब्द दी, हमारा परमेश्वर की आज्ञाकारी होना यही मेरा आहार है. പ്രിയരെ, അതുകൊണ്ട് നാം ക്രിസ്തുവിനോട് കൂടി ചേർന്ന് ആത്മാക്കളെ നേടുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ നമ്മുടെ സകല ആവശ്യങ്ങളും യേശു നിറവേറ്റി തരും. प्यारों में एक संदेश सुबह ही वक्त देता हूं, हम मसीह के साथ रहकर प्रभु की वचन मान लेकर प्रभु के लिए जीना देगा तो मसीह हमारा बाकी कार्य पूरा कर देंगे. ആകയാൽ ഈ ലോകത്തിന്റെ വെളിച്ചമായിട്ട് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം സുവിശേഷത്തിന്റെ ദീപശിഖയും ഏന്തിക്കൊണ്ട് നമുക്ക് സാക്ഷികളായി ജീവിക്കാം. इसी कारण में मसीह की दीपट हाथ में लेकर वो दीपट जलाकर मसीह की गवाह बनने के लिए तैयारी हो जाए. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ. ये वचनों से प्रभु परमेश्वर हमको आदर अनुग्रह दिया देंगे. धन्यवाद.